പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും വളരെയധികം ആശങ്കയോടെ കാണുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ശൈഥില്യം. കുട്ടികൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ മാതാപിതാക്കളോട് അവർക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല. പല മാതാപിതാക്കന്മാരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് അഡോളസൻസിൻ്റെ മാതാപിതാക്കന്മാർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് കുട്ടികളുമായിട്ടുള്ള നിരന്തരം വാഗ്വാദങ്ങളും തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ. ഒരു കാര്യം മനസ്സിലാക്കുക, കുട്ടികൾ നിങ്ങളോട് സ്ഥിരമായി തർക്കിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ അടുത്ത് വന്ന കാര്യങ്ങൾ പറഞ്ഞ ശേഷം നിങ്ങളുടെ അടുത്ത് തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ശത്രുതയുടെ ലക്ഷണമല്ല. നിങ്ങളെ അവർ വിശ്വസിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ആശയവിനിമയം നടത്തുമ്പോൾ അവർ സംതൃപ്തരാകുന്നതുകൊണ്ടാണ്, അഥവാ അവർക്ക് അതിൽ നിന്ന് ഒരു തൃപ്തി ലഭിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വാഗ്വാദത്തിന് വരുന്നത്. മറിച്ച് നിങ്ങളോട് താല്പര്യമില്ല എങ്കിൽ, നിങ്ങളിൽ നിന്ന് അകന്നാണ് നിൽക്കുന്നതെങ്കിൽ അവർ വാഗ്വാദത്തിന് വരില്ല. അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒഴിവായി പോകാനാണ് ശ്രമിക്കുക. അപ്പം നിങ്ങളോട് തർക്കിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ബന്ധത്തിൻ്റെ ലക്ഷണമായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത്. ആശയപരമായി നിങ്ങളുമായിട്ട് യോജിക്കുന്നില്ല എന്നവർ വളരെ വ്യക്തമായി നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ തയ്യാറാവണം. അവരെ അടിച്ചമർത്തി അവരുടെ അഭിപ്രായങ്ങൾ തെറ്റാണെന്ന് സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്നതിന് പകരം അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കുവാനും അവരുടെ ആശയങ്ങളോട് യോജിക്കുന്നെങ്കിൽ യോജിപ്പ് പ്രകടിപ്പിക്കുവാനും വിയോജിക്കുന്നവയെ ശാന്തമായ ഭാഷയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് അങ്ങനെയല്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ ഉടനെ നമ്മളങ്ങ് പ്രകോപിതരായി അവരെ ഏതെങ്കിലും തരത്തിൽ അടിച്ച് താഴ്ത്തി നമ്മൾ വിജയിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർ കൂടുതൽ അക്രമാസക്തരാവുകയാണ്, അഥവാ നമ്മളിൽ അകന്നു പോവുകയാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മളോട് തർക്കത്തിന് വരുന്ന കുട്ടികളെ ഭഗ്നാശരാക്കുകയോ അടിച്ചമർത്താൻ ശ്രമിക്കുകയോ ചെയ്യരുത്. നമ്മളുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടുവാൻ നമ്മുടെ കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ, അവരുടെ ആശയങ്ങളുമായിട്ട് നമ്മുടെ അടുത്ത് വന്ന് നമ്മളോട് തർക്കിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ നമ്മളോട് ബന്ധം സ്ഥാപിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള അവസരം നമ്മൾ ശരിക്കും വളരെ ബോധപൂർവം പ്രയോജനപ്രദമായി കൈകാര്യം ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. അതല്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങളുണ്ടാവും. ഒരു കുട്ടി ഒരു പ്രശ്നവുമായി വരുമ്പോൾ മാതാപിതാക്കന്മാരുടെ അഭിപ്രായത്തോട് അവൻ വിയോജിക്കുന്നുവെന്ന് അവൻ്റെ മനസ്സിലുണ്ട്. അത് അവൻ വന്ന് അവതരിപ്പിക്കുകയാണ്. അതൊരു പക്ഷേ അവൻ ഇൻസൾട്ടിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ അവനെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. അത് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഡിഫെൻസീവ് ആകരുത്. നമ്മളൊരിക്കലും ഞാനാണ് ശരി എന്നുള്ള രീതിയിൽ ഡിഫെൻസീവ് ആകരുത്. അതുപോലെ അവൻ എന്നെ കുറ്റപ്പെടുത്താൻ വരികയാണ്, മനഃപൂർവ്വം അവൻ അനുസരിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ്, അവൻ എന്നോടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോകാൻ ശ്രമിക്കുകയാണെന്നുള്ള തെറ്റായ ധാരണകൾ മനസ്സിലൊട്ടും ഉണ്ടാവരുത്. നമ്മുടെ പെട്ടെന്നുള്ള ചിന്ത ഓട്ടോമാറ്റിക് തോട്ട് ഇങ്ങനെയൊക്കെ ആവാം. പക്ഷേ ആ കുട്ടി പറയുന്നത് അവൻ്റെ മനസ്സിലെ സംശയങ്ങളും ഉരുത്തിരിഞ്ഞ ആശയങ്ങളുമാണ്. അത് പേരൻസിൽ നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് വരുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് നമ്മളോട് തർക്കിച്ച് ജയിക്കുന്നതിനും നമ്മളെ കീഴ്പ്പെടുത്തുന്നതിനുമാണെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് നമ്മൾ നടക്കുക. അപ്പം അങ്ങനെ ഉണ്ടാവാതെ നമ്മൾ നല്ല മനോഭാവത്തോടു കൂടി അവരെ കേൾക്കുകയും സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ അവരുടെ ആശയങ്ങൾ ഒന്നൊന്നായി കേട്ട് കൊള്ളേണ്ടവയെ കൊള്ളുകയും അല്ലാത്തവയെപ്പറ്റി നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ യുക്തിപരമായി ലോജിക്കലായിട്ട് അടിസ്ഥാന സത്യങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സ്നേഹത്തോടെ അവതരിപ്പിക്കാൻ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മോട് അടുക്കുവാൻ വളരെയേറെ സാധ്യതകളുണ്ടാകും. മറിച്ച് നമ്മളെ ആദ്യം വിമർശിക്കുകയാണ്, അല്ലെങ്കിൽ പ്രായമായി കഴിഞ്ഞപ്പോഴേക്കും നിനക്കൊന്നും അപ്പനെയും അമ്മയും ബഹുമാനമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താരീതി അനുഭവസമ്പത്ത് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത്, അതിൽ നാശത്തിൻ്റെ ചിന്തകളാണ് ഇതൊക്കെ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് നിങ്ങളിതൊക്കെ പറയുക എന്നൊക്കെ പറഞ്ഞ് അതിനെ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ, അതിനെ അവമതിക്കുമ്പോൾ അവർ കൂടുതൽ ഇൻസൾട്ടഡ് ആവുകയും നമ്മളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. അഥവാ നമ്മളോട് കൂടുതൽ കർക്കശമായി സംസാരിക്കാൻ ഇടയാവുകയും അങ്ങനെ ആ സംസാരം തന്നെ ബന്ധശൈഥില്യത്തിന് കാരണമായി തീരുകയും ചെയ്യും. അടിസ്ഥാനപരമായി എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് തർക്കിക്കാൻ വരുന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ സ്നേഹത്തിൻ്റെ ബന്ധത്തിൻ്റെ അടയാളമായിട്ട് കണ്ടാൽ മതി.
അവരോട് നിങ്ങൾ സമ്പാദിക്കണം, സ്നേഹത്തിൽ സമ്പാദിക്കണം. അവർ പറയുന്നത് മുഴുവൻ കേൾക്കണം. അവരെ ഇൻസൾട്ട് ചെയ്യരുത്. അവരെ കീഴ്പ്പെടുത്തുക നിങ്ങളുടെ വിജയമാണ് എന്നൊരിക്കലും കരുതരുത്. കീഴ്പ്പെടുത്തുവാനല്ല അവരും വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ആശയവിനിമയം വെച്ച് നിങ്ങളെ മനസ്സിലാക്കുവാനും നിങ്ങളിൽ നിന്ന് കൂടുതൽ സ്വീകരിക്കുവാനും തന്നെയാണ് അവർ വന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിച്ച് നിങ്ങളുടെ മനസ്സിലെ മിഥ്യാധാരണ കൊണ്ട് അപകടങ്ങൾ വരുത്തി വയ്ക്കും. അതുകൊണ്ട് ഒരു സത്യം മനസ്സിലാക്കുക. നിങ്ങളുടെ കൗമാരപ്രായക്കാരൻ നിങ്ങളോട് ഏതെങ്കിലും കാര്യത്തിൽ തർക്കിക്കുവാൻ അല്ലെങ്കിൽ നിരന്തരം തർക്കിക്കുവാനുള്ള ഒരു മനോഭാവം കാണിക്കുന്നുണ്ട് എങ്കിൽ അവൻ നിങ്ങളെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളിൽ നിന്ന് ശരിയായ ഉത്തരം ലഭിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവനൊരിക്കലും നിങ്ങളെ ചെറുതാക്കുവാനല്ല. അതുകൊണ്ട് അവനെ കീഴ്പ്പെടുത്തുകയല്ല വേണ്ടത്. അവനോടൊപ്പമായിരുന്നുകൊണ്ട് അവനുമായി ആശയം പങ്കുവെച്ച് അവന് സ്നേഹം പകർന്നു കൊടുത്ത് അവൻ്റെ വിജയത്തിൽ നയിക്കുക എന്നുള്ളതാണ് നല്ല അടിസ്ഥാന തത്വം നമ്മൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.